വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിതാ ഈ ഒരു ചൊപ്പ കൊണ്ട് ഞാൻ നല്ല അടിപൊളി കറി ഉണ്ടാക്കി കാണിക്കാം. ഈ ചൊപ്പ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പെരിഞ്ജീരകത്തിൻ്റെ ചപ്പാണ്. ഞങ്ങളിവിടെ സബാസ്ക്യ ചൊപ്പാണെന്ന് നമ്മളിവിടെ പറയൽ. അപ്പോൾ നിങ്ങൾ എന്താണ് അതിന് പേര് പറയാമെന്ന് നമുക്ക് അറിയിക്കണേ. അപ്പോൾ ഈ ചൊപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് ഞാൻ നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയ ചീനച്ചട്ടി വെക്കാം അടുപ്പിൽ. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ജീരകം, 1 ടേബിൾ സ്പൂൺ മല്ലിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ല വറുത്തെടുക്കുക. അപ്പോൾ ചെറിയ തീയിൽ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മസാല നോക്കാം. കുറച്ച് തേങ്ങയും കുറച്ച് മുളകും, 1 ഉള്ളി, 1 തക്കാളിയും, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, പിന്നെ കുറച്ച് പുളി വേണം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സിയിൽ അരച്ചിട്ട് നന്നായിട്ട് മിൻസത്തിൽ അരച്ചിട്ടെടുക്കണം. അങ്ങനെ ഇതാ ചപ്പ് ഞാൻ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ 1 ഉള്ളിയും കൂടി ചെറുതാക്കി അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 3/4 കപ്പാണത്ര കടലപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും ചെറുതാക്കിയിട്ട് അരിഞ്ഞതും, കുറച്ച് കരിച്ചപ്പലും ചെറുതാക്കിയിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ആദ്യം ആ ഉള്ളിൽ വെള്ളമൊക്കെ ഉണ്ടാവും, ചൊപ്പിലും ഉണ്ടാവും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ആദ്യം എടുക്കുക. പിന്നെ വേണമെങ്കിൽ നമുക്ക് വെള്ളം കുറച്ച് തെളിച്ച് കൊടുക്കുക. വെള്ളം കൂടി പോകരുത്, അത് ഞങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ചും കൂടി കടലപ്പൊടി കുറവുള്ളതുകൊണ്ട് കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് അളവിൽ ഞാനിപ്പോൾ അതിന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാ ഈ ഒരു റോൾ ചെറിയൊരു ഉണ്ടത്ത് നെല്ലിക്ക വലിപ്പത്തിലൊരു റോളിലാണ് നമ്മൾ അത് ഉരുട്ടിയിട്ടെടുക്കേണ്ടത്. എന്നിട്ട് ഉരുട്ടിയിട്ടായിട്ട് നമ്മൾ അതിലൊരു 5 മിനിറ്റ് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് ആവി കയറ്റിയിട്ട് വേവിക്കണം. അപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത് ചട്ടിയിലാണ് കറി വെക്കുന്നത് അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ആ മസാല കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. അപ്പോൾ മസാലേൻ്റെ ഒരു തുയ്പ്പ് മണം മാറുന്നവരെ ചെറിയ തീയിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് അതിൽ തന്നെ കടന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് തിളപ്പിക്കുക. എന്നിട്ട് ആ പുളി വെള്ളം കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അപ്പത്തിനാണെങ്കിൽ കുറച്ച് വെള്ളം മതി, ചോറിനാണെങ്കിൽ കുറേ വെള്ളം കൂട്ടുക നിങ്ങളെ ഇഷ്ടം അനുസരിച്ചിട്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളക്കാൻ വിടുക. അപ്പോൾ നല്ലൊരു കറിയാണ് ഇത് കേട്ടോ. അപ്പത്തിന് ചോറിനും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ അത് കറി നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വേവിച്ച് വെച്ച ഈ ഉരുളകൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചിട്ട് എടുക്കുക. തിളച്ചിട്ട് വരുമ്പോൾ കുറച്ച് അരിഞ്ഞ് വെച്ച മല്ലിച്ചപ്പ് കൂടി ഇട്ടിട്ട് കറി റെഡിയാണ്. അപ്പോൾ മറക്കാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.